നമസ്കാരം. CPM നേതാവും LDF കൺവീനറുമായ EP ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിൽ കുറ്റവിമുക്തനാക്കണമെന്ന KPCC അധ്യക്ഷൻ K സുധാകരന്റെ ഹർജി ഹൈക്കോടതി അനുവദിച്ചു. കേസിൽ ഒന്നും രണ്ടും പ്രതികളായ പേട്ട ദിനേശൻ, വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് തന്നെയും കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയെ സുധാകരൻ സമീപിച്ചത്. സുധാകരനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി വിചാരണ കോടതി തള്ളുകയായിരുന്നു. തുടർന്നാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ജയരാജനെ വധിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ K സുധാകരനെ ഇപ്പോൾ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. ഇത് ഒരുപാട് കേരളം ചർച്ച ചെയ്തൊരു കേസാണ്. ഇപ്പോഴും EP ജയരാജൻ പറയുന്നത് K സുധാകരൻ തന്നെ വെടിവെച്ച് കൊല്ലാൻ നോക്കി എന്ന് തന്നെയാണ്. തൻ്റെ ശരീരത്തിൽ വെടിയുണ്ടയുണ്ട് എന്ന് വരെ പലപ്പോഴായി അദ്ദേഹം പറഞ്ഞിരുന്നു. കഴുത്തിൽ വെടിയുണ്ടയുണ്ട് എന്ന് വരെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ഒരു കേസിലാണ് ഇപ്പോൾ K സുധാകരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. ഗൂഢാലോചന കേസാണ് സുധാകരന് എതിരെ EP ജയരാജൻ നൽകിയത്. കീഴ്ക്കോടതി സുധാകരൻ്റെ അപ്പീൽ തള്ളിയെങ്കിലും ഹൈക്കോടതി അദ്ദേഹത്തിന് ഇപ്പോൾ കുറ്റവിമുക്തി അനുവദിച്ചിരിക്കുകയാണ്. ആ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.